പോത്തൻകോട് പുതിയൊരു കട തുടങ്ങിയെന്നൊരു കിംവദന്തി കേട്ട് ഞാനും ചേട്ടനും പാതിരാത്രി അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നുള്ള ലാഘവത്തോടെയാണ് വന്ന് കയറിയത്. പക്ഷേ കടയ്ക്കകത്ത് കയറിയപ്പോൾ വി ആർ സർപ്രൈസ്ഡ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് സ്റ്റുഡിയോയ്ക്ക് ഒരു എതിരാളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗ്രൗണ്ട് ഫ്ലോർ മൊത്തവും കിഡ്സ് സെക്ഷനും ലേഡീസ് സെക്ഷനും ഒക്കെ ആയിരുന്നു. പിന്നെ ടീഷർട്ടുകൾ, നൈറ്റ് സ്യൂട്ടുകൾ, വെസ്റ്റേൺ വെയേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാം എടുത്തുകൊണ്ട് ഓടാൻ തോന്നും. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇടാറില്ല നേരെ ചൊവ്വേ. എനിക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇടാനും ഇഷ്ടമാണ്. എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണോ എന്തോ ഒരു എന്തരാലിറ്റിയൊക്കെ എനിക്കുണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ. പക്ഷേ കാണുമ്പോഴൊക്കെ വാങ്ങാനൊക്കെ തോന്നാറുണ്ട്, വാങ്ങുകയുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം നടന്ന് കണ്ടപ്പോൾ എൻ്റെ ചേട്ടനെ കാണാനില്ല. ജബ എന്നും പറഞ്ഞാൽ അവിടെ മൊത്തം നടന്നു. മുതലാളി ജബനെ കണ്ടു എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ചേട്ടന് കുറേ ഡ്രസ്സൊക്കെ വാരി കയ്യിലും കാലിലും തോളിലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 5000 രൂപയുടെ ബഡ്ജറ്റെങ്കിലും വരും എല്ലായിടത്തും കൈ വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളിത് വാങ്ങാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഗ്രീൻ റൂം എവിടെ, ഞാൻ ചെന്ന് ഇട്ട് നോക്കാം. എന്നാലും അങ്ങനെയല്ലല്ലോ എന്ന് എനിക്കൊരു മണം അടിച്ചു. ഇത് ഡ്രസ്സ് മേടിക്കാനുള്ള തത്രപ്പാട് തന്നെയാണെന്ന് തോന്നി. പിന്നെ ഈ ടീഷർട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബോയ്സിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതലും ഇഷ്ടം ഗേൾസിനെക്കാളും. എൻ്റെ അനിയനൊക്കെ ആ ടീഷർട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പെട്ടെന്ന് കളറൊക്കെ പോയില്ല അതവിടെ എനിക്ക് ഇടാൻ വേണ്ടിയെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് ഈ വൈറ്റ്, ബ്ലാക്ക്, ഓഫ് വൈറ്റ് കളർ ഷർട്ടുകൾ, ടീഷർട്ടുകൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ ഷർട്ടൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് കഴുകി തുണിയുടെ കല്ലൊക്കെ അടിച്ച് മെഴുകി അതിനെ സിക്കന്ദർ സിംഗിൻ്റെ ചുരിദാർ പോലെ ആക്കി സത്യം പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും, നീ വലിയ കഴിവുള്ളവളാണ്, ഇവിടെ നിന്ന് നിൽക്കേണ്ടവളും അല്ല ജനിക്കേണ്ടവളും അല്ല എന്ന്. അതാണ് ആത്മബന്ധം എന്ന് പറഞ്ഞാൽ. സഹോദരന്മാരുടെ ഡ്രസ്സെന്ന് വെച്ചാൽ എപ്പോഴും സഹോദരിമാർ കൂടെ ഉള്ളതാണ്. അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ക്യാമറയൊക്കെ എടുത്ത് സൂം ചെയ്യുന്നതുകൊണ്ട് ഓരോ പയ്യന്മാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടാ, എന്താണ് ഈ പെണ്ണുമ്പിള്ള നടന്ന് കാണിക്കുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങി നേരം എൻ്റെ അടുത്ത് ചോദിച്ചു, കൊള്ളാമോ ഈ ഡ്രസ്സ്, കൊള്ളാമോ ആ ഡ്രസ്സ് കൊള്ളാമോ? ഞാൻ പറഞ്ഞു മറ്റേ സിനിമയിലെ മറ്റേ ആ നടൻ ഈ നടനെ പോലെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ പറ, കൊള്ളാമോ കൊള്ളൂലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ എടുത്തോ അത് കൊള്ളാമെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് പോയിരുന്ന സമയത്ത് വീണ്ടും പോയി ഓരോ പാൻറ്റൊക്കെ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഈഗോ ഹർട്ടായി, ഇത് ഞാൻ വിടൂല. നേരെ ചെന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് ഒരു ഡ്രസ്സ് എടുക്കണമെന്നൊരു വാശിയായി. നേരെ പോയി മഞ്ഞ ഡ്രസ്സ് എടുത്തിട്ട് ചേട്ടൻ്റെ അടുത്ത് വെച്ച് ഈ മഞ്ഞ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇത് മഞ്ഞയില്ല ഇത് പച്ചയാണ്, പച്ചയും മഞ്ഞയും തിരിച്ചറിയാത്തുള്ളൂ. അപ്പം ഞാൻ പിന്നെ മിണ്ടിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് ആലോചിച്ച് എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് മുകളിലോട്ടൊക്കെ പോയി നോക്കാമെന്ന് കയറിയപ്പോൾ കറണ്ട് പോയിട്ടോ. നല്ല ഏറാണ്. കള്ളന്മാരൊന്ന് കയറിയ പോലെയാണ് നമ്മൾ വന്ന് കയറിയപ്പോൾ കറണ്ട് പോയത്. ഈ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഉപ്പുമാങ്ങ ഭരണിക്കകത്ത് കയറി നിൽക്കുമ്പോഴാണ് തോന്നി. ഇറങ്ങിയപ്പോഴും എനിക്കൊരു ആബ്സെൻറ്റ് മൈൻഡായിരുന്നു, ഒരു ഹാഫ് മൈൻഡ് പോലെ തന്നെ എടുക്കണോ വേണ്ടയോ. പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഷൂ എന്ന് പറഞ്ഞ് വിളിച്ച് വെച്ച് ബില്ലടിക്കേണ്ട, അതെ ഈ ഡ്രസ്സ് എടുക്കണോ, അതാണ് ആ നോട്ടത്തിലുള്ള മറുപടി എന്ന് പറയുന്നത്.